ശശിധരൻ ചേട്ടനെ കുറെ കാലമായിട്ട് കണ്ടില്ല. ഞാൻ ഈ അടുത്ത കാലത്ത് തൊടുപുഴ വന്നപ്പോഴേ നമ്മുടെ തൊടുപുഴ മുനിസിപ്പാലിറ്റി ആയിട്ട് എന്തോ ഒരു വിഷയങ്ങളൊക്കെ ശശിധരൻ ഉണ്ടാക്കിയെന്ന് പറയാൻ കേട്ടു. അതിനെക്കുറിച്ചൊന്ന് വിവരിക്കാം. തീർച്ചയായിട്ടും പറയാം. അതായത് ജീവിക്കാൻ നിവൃത്തിയില്ല വന്നപ്പോൾ ഇവിടെ ഈ അമ്മാവൻസ് എന്ന് പറയുന്ന ചായക്കടയും വരും. അമ്മാവൻ എനിക്ക് ചായയും തന്ന് പണി എടുക്കാൻ വയ്യല്ലോ, ചായയൊക്കെ തരും. അങ്ങനെ എനിക്ക് ശകലം പൈസ തന്നിട്ട് നീ ഒരു കാര്യം ചെയ്യും, ഒരു പെട്ടിവണ്ടി മേടിച്ചുകൊണ്ട് വന്നിട്ട് ഒരു നാരങ്ങ വെള്ളു, ഇച്ചിരി ഓറഞ്ച് മുന്തിരി, അതിന് പൈസ ഞാൻ തരാം, എനിക്ക് കുറേ ഷെയർ തന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ പോയി തേപ്പ് വണ്ടി പോലുള്ള ഒരു വണ്ടി മേടിച്ചു കൊണ്ടുവന്നിട്ടു. അവിടെ കൊണ്ട് നിന്ന് നാരങ്ങ വെള്ളു ഇതെല്ലാം വിറ്റു. ഇങ്ങനെ കഴിഞ്ഞ് എനിക്ക് സുഖമില്ല വന്നപ്പോൾ വണ്ടി ഒരു കോണിക്ക് മാറ്റി അവർക്ക് അവിടെ ഇട്ടു. ഇട്ട് കഴിഞ്ഞാൽ ഒരു ദിവസം വന്ന് നോക്കിയപ്പോൾ വണ്ടിയില്ല. ഞാൻ തിരക്കിയപ്പോൾ മുനിസിപ്പാലിറ്റിക്കാർ വന്ന് മോട്ടിച്ചോണ്ട് പോയി എന്നാണ് പറയുന്നത്. ഈ വണ്ടിക്ക് വേണ്ടി ഞാൻ അവിടെ ചെന്നു കഴിഞ്ഞ് തരാമെന്ന് പറഞ്ഞു. ഇതുവരെ എനിക്ക് വണ്ടി തരുമോ അല്ലെ അതിനൊരു തീരുമാനം ഉണ്ടാക്കുകയോ ചെയ്തില്ല. ഈ മുനിസിപ്പാലിറ്റി ഇവിടെ എന്താണ് പാവങ്ങളെ ജീവിക്കാൻ സമ്മതിക്കാത്തത്? അതുകൊണ്ട് എനിക്ക് ജീവിക്കുന്നതിന് വേണ്ടി ഇപ്പോഴും എനിക്ക് തീരെ വയ്യാതിരിക്കുകയാണ്. ഇറങ്ങി വീണു, ഒരു നിവർത്തിയില്ല. ഇപ്പോഴും അമ്മാവൻ്റെ അവിടെ വന്നൊരു ചായയും കുടിച്ചാൽ ഇറങ്ങി പോവുകയാണ്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട മുനിസിപ്പാലിറ്റി അതിനൊരു തീരുമാനം ഉണ്ടാക്കി എനിക്ക് കിടന്നിടത്ത് എൻ്റെ വണ്ടി കൊണ്ടുവന്നിടുക. അതെ, ഞാനൊരു കാര്യം എനിക്കൊരു പണി വരും. അതെ, ഞാനൊരു കാര്യം ഇടയ്ക്ക് ചോദിച്ചോട്ടെ. ഇപ്പോൾ ചേട്ടയ്ക്ക് എത്ര വയസ്സായി? 74. അപ്പോൾ മുതിർന്ന പൗരൻ എന്നുള്ളൊരു സംരക്ഷണമുണ്ട്. ഒന്ന്. രണ്ടാമത്തെ കാര്യം ഞാൻ ചോദിക്കട്ടെ, ഈ വണ്ടി എടുക്കാൻ വരുമ്പം അത് വെറുതെ കിടക്കുന്ന ഒരു നോട്ടീസ് ആരുടെ വണ്ടിയാണെന്ന് മുനിസിപ്പാലിറ്റി അന്വേഷിക്കണ്ടേ? വേണം, തീർച്ചയായും. നിയമപരമായിട്ട് നോട്ടീസ് തന്നോ? തന്നില്ല. നാഷണൽ ഹൈവേയിലാണോ സംഭവം കിടന്നത്? അല്ല, നമ്മുടെ ഇവിടെ ഈ പുളിമോട്ടൻ്റെ പെട്രോൾ പമ്പില്ലേ? അതെ, അപ്പോൾ മുനിസിപ്പാലിറ്റിക്ക് അധികാരമുള്ള സ്ഥലത്താണ്. കടയോട് ചേർന്ന് താഴെ. അതെ, പക്ഷെ ഞാൻ ചോദിച്ചാൽ അഥവാ തടസ്സമുണ്ടെങ്കിൽ അത് മുനിസിപ്പാലിറ്റി അന്വേഷിച്ചിട്ട് അതിന് നോട്ടീസ് തന്നല്ലോ. വഴിയോരത്ത് കിടക്കുന്ന കച്ചവടക്കാരെ ഒഴിപ്പിക്കാനായിട്ട്, അല്ലെങ്കിൽ അതിനുള്ള പകര സംവിധാനം മുനിസിപ്പാലിറ്റി ഉണ്ടാക്കി തരണമല്ലോ. ഇവിടെ ന്യായമായിട്ട് തൊഴിൽ ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് പ്രത്യേകിച്ച് ചേട്ടനൊരു മുതിർന്ന പൗരനായതുകൊണ്ട് ഞാൻ പറയുന്നത്, ചേട്ടായി ശരിക്കും പറഞ്ഞാൽ അത് ചെയ്യേണ്ടത് മെയിൻ്റനൻസ് ട്രൈബ്യൂണൽ എന്ന് പറഞ്ഞൊരു കോടതിയുണ്ട്. മുതിർന്ന അതായത് ആർ ടി ഒയുടെ മുമ്പിൽ കൊണ്ടുപോയി റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെ മുമ്പായി കൊണ്ടുപോയി പരാതി കൊടുക്കുകയും അത് എടുത്തവരാരാണോ യഥാർത്ഥത്തിൽ അവർ ഇതിനകത്ത് ലയബിളാണ്. കാരണം ഇത് വെറുതെ ഒരു സംഭവം വഴി കിടന്നോർത്ത് ഒരു ദിവസം കൊണ്ട് ഓടി വന്ന് എടുക്കാൻ പറ്റത്തില്ല. അതിന് പ്രകാരമുള്ള നോട്ടീസ് കൊടുക്കാം. അതല്ലെങ്കിൽ നമുക്ക് കോടതിയെ പോയി സമീപിക്കാം. നമുക്ക് വ്യവഹാരം നൽകാൻ നമുക്ക് വക്കീലിനെ വെക്കാനായിട്ടുള്ള സാഹചര്യം ഇല്ലെങ്കിൽ നമുക്ക് ലീഗൽ സർവീസ് അതോറിറ്റി പരാതിപ്പെടാം സൗജന്യമായിട്ട്. അതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ ചെയ്യുക. ഇതിനു വേണ്ടി ഞാൻ മുനിസിപ്പാലിറ്റി ചെന്ന് ആത്മഹത്യാ ഭീഷണി മുടക്കി. കയറും ഉണ്ടായിരുന്നു, വിഷക്കുപ്പി ഉണ്ടായിരുന്നു. അപ്പോൾ അവരെന്നെ സമാധാനിപ്പിച്ചു പറഞ്ഞു, വണ്ടി തരാം. സ്റ്റേഷനിൽ നിന്ന് ആൾ വന്നു, എന്നെ വിളിച്ചുകൊണ്ട് പോയി സ്റ്റേഷനിൽ അവിടെ ഇരുത്തി. അവിടെ ഇരുന്ന SI വരെ പറഞ്ഞു, അച്ഛൻ്റെ വണ്ടി അവർ തരും, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പിന്നെ ഇതുവരെ മുനിസിപ്പാലിറ്റി യാതൊരു അനക്കവും ഇല്ല. എന്നെ അതിൻ്റെ മണ്ടയിൽ നിന്ന് ആത്മഹത്യ ചെയ്യാനുള്ള പരിപാടി ഒപ്പിക്കരുത്. ഞാൻ എന്നെ മോട്ടിച്ചോണ്ട് പോയതായവരെ. അല്ല, അത് ശരിയാണ്, അത് മോഷണം ശരിക്കും. അതെ അതെ, അതിന് ഞാൻ കോടതി ആദ്യം സ്റ്റേഷനിൽ കൊണ്ടുവന്നൊരു ഇനി പറയാൻ കഴിഞ്ഞാൽ മുട്ടം കോടതി കൊണ്ടുപോയി ഒരു കേസ് ഈ ഉദ്യോഗസ്ഥന്മാരുടെ പേരിൽ കൊടുക്കാനായിട്ട് ഞാൻ തീരുമാനിച്ചു. അതാണ് ഇല്ലേ, ഇതിന് എനിക്കൊരു തീരുമാനം ഉണ്ടാക്കി തരിക. അതിനുപരിച്ച് നാട്ടുകാരെല്ലാം കൂടെ ഒന്ന് സഹകരിക്കുക. എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും എനിക്ക് അനുകൂലമായിരിക്കുക. കാരണം എനിക്കൊരു തൊഴിലിട്ടതാണ്. എനിക്ക് നിങ്ങളൊരു ജോലി വാങ്ങിക്കുക, കൂടുതൽ ശമ്പളമൊന്നും വേണ്ട. 28 വർഷമായിട്ട് വാടകയ്ക്ക് താമസിക്കുന്ന വ്യക്തിയാണ് ഞാനും എൻ്റെ ഭാര്യയോട്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും സുഖമില്ലായിരിക്കുകയാണ്. സർക്കാർ ഇരുന്ന റേഷൻ അരി 2 കിലോ 4 കിലോ അരി കൊണ്ടാണ് ഞങ്ങൾ ഈ ഓരോ മാസം കഴിക്കുന്നത്. 3500 രൂപ മാസം വാടക വേണം, കറണ്ട് ചാർജ് വേണം. ഇനിയിപ്പോൾ മിക്കവാറും റംബോക്കിൽ വന്ന് ഷെഡ് കെട്ടി കിടന്നുറങ്ങേണ്ട ഗതിയാണ്. അല്ല, അങ്ങനെ ഉണ്ടെങ്കിൽ ചേട്ടൻ ഒരു പണിയാണ്, വിവരാവകാശം വെച്ച് ഈ റോഡിൽ കൂടെയുള്ള എല്ലാ കടകളിലും എടുക്കാനുള്ള സംവിധാനം പറഞ്ഞു എടുക്കുന്നില്ല. അതെടുക്കണം. അത് കാരണം വെച്ചാൽ നിയമപരമായിട്ട്, കാരണം ചേട്ടന് റൈറ്റ് ഉണ്ട്. കാരണം കൊടുക്കാൻ കട ഇവിടെ ലൈസൻസ് ഇല്ല, കട ചുമ്പാ ഇവിടെ ഇട്ടിരിക്കുന്നു. പിന്നെ പെട്ടി. അപ്പോൾ ചേട്ടൻ ഇന്ന് തന്നെ റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെ മുമ്പാകെ ചെല്ലുക. കാരണം അതാണ് മുതിർന്ന പൗരന്മാർക്കുള്ള അവകാശം തരേണ്ടത്, അവരുടെ ഉത്തരവാദിത്തമാണ്. അത് തീർച്ചയായിട്ടും ചെയ്യുക. അതിനുള്ള പരാതി എഴുതി തരണമെങ്കിൽ ഞാൻ എഴുതി തരാം. അതൊക്കെയുള്ളൊരു സഹായം നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ നിയമപരമായിട്ടുള്ള സഹായത്തിന് നമുക്ക് പോകാം. ഇനി അതല്ലെന്നുണ്ടെങ്കിൽ മുനിസിപ്പാലിറ്റിക്കെതിരെ നടപടി നടത്താനായിട്ടുള്ള റൈറ്റ് ഉണ്ട്. കാരണം ഇത് യഥാർത്ഥത്തിൽ ഇങ്ങനെ ആണ് എടുക്കേണ്ടത്, പകരം സംവിധാനം അവർ ചെയ്തു തന്നെ. നമുക്കത് റിപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ.